എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് 3 മണിക്ക് നടക്കുകയാണ്. ഈ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. സ്ഥലം MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ബാനറുകളിലും പോസ്റ്ററുകളിലും ഒന്നും സനീഷ് കുമാർ ജോസഫിൻ്റെ ചിത്രമില്ല. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഛായാചിത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ശിലാഫലകത്തിൽ MLAയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു പരാതി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLA ഈ പീലാർമൊഴിയിലെ നിർമ്മാണോദ്ഘാടന വേളയിലേക്ക് നേരിട്ടെത്തി പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന് അദ്ദേഹം തന്നെ ചില മാധ്യമങ്ങളോട് മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ ജനപ്രതിനിധികളെ അറിയിക്കേണ്ടതായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് MLAയോടൊപ്പമുള്ളവർ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ ഇത് ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇത് ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം വളരെ ചെറിയ രീതിയിലാണ് നടത്തുന്നത്. പരിയാരം പഞ്ചായത്തിൽ ഉള്ള ആളുകളെ വെച്ച് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടി നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങ് വലിയ ഗംഭീരമായിട്ട് നടത്താനായിട്ടുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയഫൈസിനോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. നമസ്കാരം. പരിയാരം പഞ്ചായത്തിൽ 3 സബ് സെൻ്ററിനാണ് ഹെൽത്ത് ഗ്രാൻഡ് 55 ലക്ഷം വീതം അനുവദിച്ചിരിക്കുന്നത്. അത് പരിയാരം പഞ്ചായത്തിൽ 1-ാം വാർഡിനാണ് നമുക്ക് അനുവദിച്ചത്. അപ്പോൾ അതിന് സ്ഥലമില്ലാത്തത് കൊണ്ട് പീലാർമൊഴിക്ക് ആ സെൻറ്റർ മാറ്റാൻ തീരുമാനിച്ചു. പീലാർമൊഴി 7-ാം വാർഡിലേക്ക് അത് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടുന്ന് 5 സെൻറ്റ് സ്ഥലം നമുക്ക് ഹെൽത്ത് സെൻ്ററിന് ഒരു ചേട്ടൻ നൽകി. അതിനോടനുബന്ധിച്ച് നമുക്ക് ഹെൽത്ത് സെൻ്ററിന് ചുറ്റും അപ്പോൾ ആ വാർഡിൽ ഒരു പരിപാടികൾ നടത്തുന്നതിന് ഒരു കമ്മ്യൂണിറ്റി ഹാളോ അല്ലെങ്കിൽ ഒരു യോഗം കൂടുന്നതിനൊക്കെ തൊഴിലുറപ്പുകാരായാലും കുടുംബശ്രീക്കാർക്കായാലും മറ്റുള്ള പരിപാടികൾ നടത്തുന്നതിനും ഒരു ഹാള് ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട്. അതിന് ചുറ്റും അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മേടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇത്ര നാളെ മെമ്പർ അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു. അപ്പോഴാണ് എല്ലാവരുടെയും കൂടി അതിനുവേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തി. അതുപോലെ തന്നെ ഫിനോകാലിയ സഹായിച്ചു, അമ്മമഠം സഹായിച്ചു, തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും കൂടി ഒരു ദിവസത്തെ വേതനം നൽകി, കുടുംബശ്രീ പ്രവർത്തകർ തന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള നാട്ടുകാരുടെയും കൂടി സഹകരണത്തോടു കൂടി ആ സ്ഥലം വാങ്ങി. അപ്പോൾ നിർമ്മാണോദ്ഘാടനം ആണ്. വലിയ രീതിയിലല്ല നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്, ചെറിയ രീതിയിൽ തന്നെയാണ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. പഞ്ചായത്ത് ഫണ്ടൊന്നും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല. LSTD നമ്മുടെ പരിയാരം പഞ്ചായത്തിൻ്റെ LSTD ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് നടത്തുന്നത് തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് ഈ MLA ക്ഷണിച്ചില്ല എന്നൊരു പരാതി. അതെ, അത് ചെറിയ രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. ഇനിയിപ്പോൾ 3 സെന്റ് ഫണ്ട് എന്ന് പറയുന്നത് MLA ഫണ്ട് അല്ല. MLA ഫണ്ട് അല്ല, ഹെൽത്ത് ഗ്രാൻഡ് ആണ്. അപ്പോൾ 2 ഹെൽത്ത് സെന്ററിന്റെ പണികൾ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 സെന്ററിന്റെ കൂടി പണി ഒരുമിച്ച് കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡായിട്ട് ഉദ്ഘാടനം നടത്താനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധം എന്നിവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 55 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാൻഡ് വകയിരുത്തി 3 സബ് സെന്ററുകളിലെ പണിയാണ് പരിയാരം പഞ്ചായത്തിൽ നടക്കുന്നത്. ഒന്ന് നമ്മുടെ തൂമ്പാക്കോട്, ഒന്ന് കുറ്റിക്കാട് സേവന ക്ലബിന്റെ ഭാഗത്ത്, ഒന്ന് 7-ാം വാർഡിൽ പീലാർമൊഴി ദേശത്താണ് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അത് നിർമ്മാണോദ്ഘാടനം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഉദ്ഘാടനം വളരെ ഗ്രാൻഡാക്കി ചെയ്യാമെന്നാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിന്റെ എല്ലാം ഇംപ്ലിമെന്റിംഗ് ഓഫീസർ നമ്മുടെ LSTD അയക്കാണ് വന്നിരിക്കുന്നത്. എയ്ഡ് നിർദ്ദേശപ്രകാരം അവിടെ ആദ്യം സ്ഥലം ചെന്ന് നോക്കിയപ്പോൾ പീലാർമൊഴി ദേശത്ത് ആ സ്ഥലം സബ് സെന്ററിന് യോഗ്യമല്ല എന്ന് കണ്ട വശം തന്നെ അവിടുത്തെ മെമ്പർ അതിന് പ്രത്യേകം തയ്യാറെടുത്ത് അവിടെ ബിരിയാണി ചലഞ്ചും പലതരത്തിലുള്ള ഫണ്ടുകൾ സ്വരൂപിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ ഈ സബ് സെന്ററിന് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഇതിനുവേണ്ടി വേറെ ആരും പരിശ്രമിച്ചിട്ടില്ല. ആ മെമ്പറുടെ കൂട്ടായ ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന് അറിയാം അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ ഒരു സബ് സെന്റർ വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു 7-ാം വാർഡ് മെമ്പർ ശ്രീ KS രാധാകൃഷ്ണൻ. ഒപ്പം അദ്ദേഹം ഇത് തിരുവനന്തപുരത്ത് പോയി അതിൻ്റെ സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം ഇതിൻ്റെ സ്ഥല ലഭ്യത ഇരുത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നത് ഭരണസമിതി ഉൾപ്പെടെ ഈ 7-ാം വാർഡ് മെമ്പറിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സബ് സെന്റർ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ എന്തായാലും പൈസ ഇല്ലാത്ത ഒരവസ്ഥയാണ്. പഞ്ചായത്തിൽ നിന്ന് പൈസ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ രീതിയിൽ നടത്താം, പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത് ഉദ്ഘാടനം നടത്തട്ടെ എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 3 സബ് സെന്ററിനെയും പണി പൂർത്തീകരിക്കുമ്പോൾ വളരെ ഗ്രാൻഡായി തന്നെ ഉദ്ഘാടനം നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സംഭവം മറ്റോ ആളുകളോ മുന്നേ കുട്ടി അറിഞ്ഞിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, ഒരാൾ അറിഞ്ഞിരുന്നില്ല.